കാളമുക്ക് പാലത്തിലേ ഇപ്പൊ ഒരു കാർ വന്നിട്ട് ഇപ്പുറത്തെ റോങ് സൈഡ് വന്ന് ഇടിച്ചൊരു വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല ബ്ലോക്ക് വേണ്ട. നമ്മുടെ കാളമുക്ക് പാലത്തിലേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കാർ വന്നിട്ട് ഒരു ബൈക്കിന് ഇടിച്ചിട്ട് സൈഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബൈക്ക് കാറിന് അടിയിലായിപ്പോയി. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് ചിലപ്പോൾ നോക്കാം എന്താണ് സംഭവം. ബ്ലോക്ക് ആയിരുന്നു ഇറങ്ങാനും പറ്റില്ല. നമ്മുടെ പാലത്തേരി ഇത് കണ്ടില്ലേ, ഹോർസ് വൈപ്പിൻ സൈഡിൽ നിന്ന് വന്ന കാറാണ്ട. കാറ് എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോയ ബൈക്കുമാണ്. ആരാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടൊന്നുമില്ല. കാറ് ഭയങ്കര സ്പീഡായിരുന്നു. വന്ന് ഇടിച്ചങ്ങോട്ട് കയറിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബൈക്കിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഇടിച്ച് ഡിവൈഡറിലോട്ട് ഇടിച്ച് കയറി. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ പാലെത്തിക്കഴിഞ്ഞാൽ ബസ്സുകാരായാലും അല്ലാതെ വണ്ടിക്കാരിക്ക് എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് ഈ ഓവർടേക്ക്. ബസ്സാണെങ്കിൽ അതിൻ്റെ പുറകെ, കാറുകാരാണെങ്കിൽ അതിൻ്റെ പുറകെ. ഇവർക്ക് എല്ലാവർക്കും ഈ പാലത്തിൽ ഓവർടേക്കാണ്. ഒരു വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിക്കാരും. നമ്മൾ തന്നെ ഒരു വണ്ടിനെ കുറ്റം പറയാൻ പാടില്ല. എല്ലാവർക്കും ഇത് തന്നെ പ്രശ്നം. ഈ പാലം ഈ ഒരു ആക്സിഡൻ്റ് ആണ് കണ്ടത്. ഇതിപ്പോൾ വല്ലാറോളം സൈഡിലേക്ക് ഫുള്ള് ബ്ലോക്കായിട്ട്, ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം ബ്ലോക്കാണ്. ബൈക്കിനൊന്നിനും കൊള്ളില്ല. കൊണ്ട് മറ്റേ കാട്ടിക്കളയാൻ മാത്രം പറ്റുള്ളൂ. ഏത് വണ്ടിയാണെന്നൊരു മനസ്സിലാകും ഭാഗം. പക്ഷേ ബൈക്കാരൻ ദൈവമായി കൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഒരു അശ്രദ്ധ മതി ഇല്ലിക്കാട്ട് അപകടം ഉണ്ടാക്കിക്കാൻ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ വീട്ടിലായിരിക്കണം. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ചെറിയ അശ്രദ്ധ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തും. അപ്പോൾ ഇനിയെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ആകുക. ജീവൻ എല്ലാവർക്കും ബലം. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാമെന്നുള്ള കേട്ടാ. ഈ ആക്സിഡന്റ് കാരണം നമ്മുടെ കാളമുക്ക് പാലത്തിന്റെ അങ്ങ് അറ്റം വരെയും ബ്ലോക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈക്കോടതിലേക്ക് നല്ല ബ്ലോക്കാണ്ട.